In this lecture, I will continue with the discussion on the projection of solids, and I will focus on the modification, how the modifications are given to the solids. That is the point of discussion in this class. So last class we discussed about the starting positions, how to place the solid, where to place the solid, and how we have to start with the first step. അപ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ ബാക്കി അങ്ങോട്ട് മുഴുവൻ തെറ്റും. കാരണം നമ്മൾ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യന് നമ്മൾ കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ വരച്ചിട്ട് മോഡിഫിക്കേഷൻ കൊടുത്താൽ അത് എഡ്ജിൽ നിന്നുള്ള കണ്ടീഷൻ മാറി കോർണർ എന്നുള്ള കണ്ടീഷനിലേക്ക് മാറിപ്പോകും. അത് നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഫ്രം ദ ഫസ്റ്റ് സ്കെച്ചിൽ നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് എന്താണ് ആസ് ആൻ ഇവാലുവേറ്റർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. അതുകൊണ്ട് you make sure that you know the starting position correct, and after that we have to go for the modification. Now നമ്മൾ ബേസിക് ആയിട്ട് മോഡിഫിക്കേഷനെ പറ്റി സംസാരിക്കും. എന്താണ് സോളിഡ്സിന്റെ മോഡിഫിക്കേഷൻ? നിങ്ങൾ നോക്കുക, നമ്മൾ ഒരു പിരമിഡിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇൻ ദ ഫ്രണ്ട് വ്യൂ യു ക്യാൻ സീ ദ പിരമിഡ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, റൈറ്റ്? അപ്പം in the condition is that this base is on HP and the axis is perpendicular to HP and parallel to VP. ആ കണ്ടീഷനാണ് നമ്മൾ ഇത് കാണുന്നത്, റൈറ്റ്? ഇതേ സംഭവത്തിനെ നമ്മൾ എന്താണ് ഒന്ന് ഇൻക്ലൈൻ ചെയ്യിച്ചിറങ്ങിയിരിക്കും, ഇതായിരിക്കും കണ്ടീഷൻ. യു ഹാവ് ദ ബ്ലൂ പിരമിഡ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ദ 3-dimensional shape is also there in my hand, അല്ലേ? ഇതിനൊരു ഇൻക്ലിനേഷൻ കൊടുത്താൽ സംഭവിക്കും, ഇങ്ങനെ, അല്ലേ? അപ്പം ചോദ്യം ഇതാണ്, ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇൻക്ലിനേഷൻ കൊടുത്താൽ എഡ്ജ് HP ഇരിക്കും, ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇൻക്ലിനേഷൻ കൊടുത്താൽ കോർണറിലായിരിക്കും ഇരിക്കാൻ പോകുന്നത് ആഫ്റ്റർ ദ ഫസ്റ്റ് മോഡിഫിക്കേഷൻ. ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും കൊടുക്കുന്ന ഫസ്റ്റ് ഇൻക്ലിനേഷൻ ഏതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതേ പിരമിഡ് HP യിൽ കിടക്കുകയാണ്, ഇറ്റ് ഈസ് ലൈയിങ് ഓൺ ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇതിനെ കാണുന്നത്. സോ ഇങ്ങനെ പല രീതി, അതായത് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പിരമിഡിന് ഇങ്ങനെ പല ഓറിയന്റേഷൻസും പല പൊസിഷനുകളും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. Okay, similar is the case for the conditions in VP. ഇതെല്ലാം എന്ത് ചെയ്യാം, VP യിൽ നമുക്ക് വേണമെങ്കിൽ വരാം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് ഓരോന്നോരോന്നായിരിക്കും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ്, ഈ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഗ്രാജുവലി വി ആർ ഗിവിങ് ദ മോഡിഫിക്കേഷൻസ് വൺ ബൈ വൺ. ഗ്രാജുവലി ആദ്യം പ്ലേസ് ചെയ്യുന്നു, പിന്നെ ഒരു മോഡിഫിക്കേഷൻ കൊടുക്കുന്നു, അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു, അതിനുശേഷം അടുത്ത മോഡിഫിക്കേഷൻ വരയ്ക്കുന്നു, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, നൗ നമുക്കിനി ഫസ്റ്റ് മോഡിഫിക്കേഷനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ട്രയാങ്കുലർ പിരമിഡ് പ്രിസം ഇറ്റ്സെൽഫ്. ദാറ്റ് വാസ് ദ ഡിസ്കഷൻ പോയിന്റ് വി ഹാവ്. സോ ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്താണ്, ഐ ഹാവ് പ്ലേസ്ഡ് ദി ട്രയാങ്കിൾ ഇൻ ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ലൈക്ക് ദിസ്, റൈറ്റ്? അതിന്റെ ഫ്രണ്ട് വ്യൂ ഒരു റെക്ടാങ്കിൾ ആണെന്ന് നമുക്കറിയാം, അതിന്റെ ടോപ്പ് വ്യൂ ട്രയാങ്കിൾ ആണെന്ന് അറിയാം, അതിന്റെ നെയിമും നമുക്കറിയാം, അല്ലേ? എന്തായിരിക്കും ഇതിന്റെ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ? അതിന്റെ പിക്ചറൽ റെപ്രസെന്റേഷൻ നിന്ന് മാറി ഇതായിരിക്കും അതിന്റെ ടോപ്പ് വ്യൂ, ശരിയല്ലേ? സോ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫേസുകളുണ്ട്, ടോപ്പ് ബേസും ബോട്ടം ബേസ്. സോ വി ആർ സപ്പോസ് ടു ഗീവ് ദി നെയിംസ് ഫോർ ദീസ് ടു സർഫേസസ്. സോ ലെറ്റ്സ് ഗിവ് ദ നെയിം. ദ ടോപ്പ് സർഫേസ് ഐ ആം ഗിവിംഗ് ഇസ് A, this point is B and this point is C. നമുക്കറിയാം എക്ക് നേരെ അടിയിൽ എന്തുണ്ട്, P എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, Q എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, R എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതാണ് ബേസിന്റെ പേര്. അതായത് HP യിൽ മുട്ടി നിൽക്കുന്ന പോയിന്റിന്റെ പേരെന്താണ്? PQR ആണ്. അല്ലെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് 1, 2, 3, നോ ഇഷ്യൂസ്. ഓക്കെ, സോ ഞാൻ എയുടെ നേരെ അടി P ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ ബ്രാക്കറ്റിൽ P എന്ന് വിളിക്കുന്നു, ബിയുടെ ബ്രാക്കറ്റിൽ Q ഇടുന്നു, സിയുടെ ബ്രാക്കറ്റിൽ R, റൈറ്റ്? ഇനി എന്ത് ചെയ്യും? ഇതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ വി ജസ്റ്റ് ഫോളോ ദി റൂൾസ് ഓഫ് പ്രൊജക്ഷൻ. വാട്ട് ഈസ് ദാറ്റ്? extend the line from all the corners to the front view, അല്ലേ? നോക്കുക, എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു, BQ യിൽ നിന്നും CR ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു, അത് നമ്മുടെ റെഫറൻസ് ലൈനെ മുട്ടി. സിൻസ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP, എന്താണ് നമുക്ക് ഈ പടം ഇതിന്റെ റെക്ടാങ്കിൾ കാണുന്നത് റെഫറൻസ് ലൈനെ മുട്ടിയായിരിക്കും, അല്ലേ? ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ദിസ് ഹൈറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഹൈറ്റ് ഓഫ് ദി, ഇതെന്ന് പറഞ്ഞ സംഭവമാണ്, ഹൈറ്റ് ആണ്, height of prism. So this height will be the height of the rectangle that comes in the front view. ഏതാ നമ്മൾ ഈ ഫസ്റ്റ് മോഡിഫിക്കേഷനെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൽ എന്താണ്,
നമ്മളുടെ ഈ ഒരു പൊസിഷൻ അസ്യൂം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇതാണ് നമ്മുടെ പൊസിഷൻ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ജസ്റ്റ് ഫോർ മേക്ക് യു ടു ലേൺ. ആക്ച്വൽ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കാണ് നമ്മളത് റിയൽ ആയിട്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഫ്രണ്ട് വ്യൂ? ഫ്രണ്ട് വ്യൂ റെക്ടാംഗിൾ ആയിരിക്കും. അതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? സെയിം ഹൈറ്റ് ഓഫ് ദി പ്രിസം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെയിം എന്ത് കൊടുക്കും? നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ടോപ്പ് സർഫസിന്റെ ഈ പേരെന്തായിരിക്കും? എ ഡാഷ് ആയിരിക്കും. ഇതിന്റെ പേരെന്തായിരിക്കും? ബി ഡാഷ് ആയിരിക്കും. ബിയുടെ എക്സാക്ട്ലി ബാക്കിൽ സി ഉള്ളതുകൊണ്ട് ഇൻ ദ ബ്രാക്കറ്റ് വി വിൽ കോൾ ഇറ്റ് സി ഡാഷ്. സിമിലർലി ഹിയർ എന്തായിരിക്കും? ഇത് പി ഡാഷ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഇത് ക്യൂ ഡാഷ്. ഇൻ ദ ബ്രാക്കറ്റ് നമ്മൾ ആർ ഡാഷ്. സോ ദിസ് ഈസ് ദി നോമൻക്ലേച്ചർ ആൻഡ് സെന്റർ. ഇത് നമ്മുടെ സെന്റർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് നമ്മുടെ ആക്സിസും കൂടെ പ്ലോട്ട് ചെയ്യാം. ആക്സിസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയിൻ ലൈൻസ് ആണ്. ഇതാണ് നമ്മളുടെ ആക്സിസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൗ കംസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വി ആർ സപ്പോസ് ടു ഗീവ് സം മോഡിഫിക്കേഷൻസ്. ഇനി എന്ത് മോഡിഫിക്കേഷൻ കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഞാൻ ഇനിയും എന്റെ ക്വസ്റ്റ്യൻ എനിക്ക് HP ആയിട്ടുള്ള ഇംഗ്ലീഷ് കാണും, VP ആയിട്ടുള്ള ഇംഗ്ലീഷ് കാണും. സോ റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഐഡന്റിഫൈ ദ മോഡിഫിക്കേഷൻസ്. ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് യു ഐഡന്റിഫൈ which is the element that is getting modified. Element in the sense നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വേരിയസ് നോമൻക്ലേച്ചേഴ്സ്. ഫേസ് ആണോ, ബേസ് ആണോ, വെർട്ടിക്കൽ എഡ്ജ് ആണോ, ഷോർട്ടർ എഡ്ജ് ആണോ, ലോങ്ങർ എഡ്ജ് ആണോ, ലൈക്ക് ദാറ്റ്. ഇതിൽ ഈ ആക്സിസ് ആണോ, എന്തിനാണ് മോഡിഫിക്കേഷൻ? വാട്ട് ഈസ് ഗെറ്റിംഗ് മോഡിഫൈഡ് ഓർ ഹൂ ഈസ് ഗെറ്റിംഗ് മോഡിഫൈഡ്? അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അത് എത്ര മോഡിഫൈഡ് ആണെന്ന് നോക്കുക. ദ ആംഗിൾ നോക്കുക. 30 ഡിഗ്രി ആണോ, 40 ഡിഗ്രി ആണോ, 50 ഡിഗ്രി ആണോ? യു ജസ്റ്റ് ലുക്ക് അറ്റ് ദി ആംഗിൾ. ഓക്കെ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വരും. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒബ്വിയസ്ലി വി ഹാവ് ഗോട്ട് 2 ആംഗിൾസ്, 2 ഇൻക്ലിനേഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ആദ്യം കൊടുക്കണം എന്ന ചോദ്യമുണ്ട്. Right? We have an inclination with respect to HP, we have an inclination with respect to VP. And now we have completed the step number 1. We have to move into the step number 2, which is the first modification. So, എന്താണ് നമ്മൾ എങ്ങനെ ഇത് ഫോളോ ചെയ്യും? ആൻസർ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് 2 മോഡിഫിക്കേഷൻസ് ക്വസ്റ്റ്യനിലുള്ളപ്പോൾ നമ്മൾ എവിടെയാണോ സോളിഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, യു ജസ്റ്റ് ഗീവ് ദ മോഡിഫിക്കേഷൻ ടു ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്. ദാറ്റ് മീൻസ് ഇൻ ദിസ് കേസ് we have placed our triangular pyramid in HP. So, I am supposed to give the first modification with respect to HP. With respect to HP modification, ഏത് വ്യൂവിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഫ്രണ്ട് വ്യൂവിലാണ്. നമ്മൾ ഓൾറെഡി ലൈൻസിൽ പഠിച്ചു. അതേ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നു. റൈറ്റ്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ആക്സിസ് ആണ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP എന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ഫസ്റ്റ് മോഡിഫിക്കേഷൻ. എന്ന് പറഞ്ഞാൽ സിൻസ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP യിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സോൾഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ വേണം ആദ്യം കൊടുക്കാൻ. HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമുക്ക് ഫ്രണ്ട് വ്യൂവിലേ കാണാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഫ്രണ്ട് വ്യൂവിൽ വേണം നമുക്ക് ഫസ്റ്റ് ഇൻക്ലിനേഷൻ കൊടുക്കാൻ. ഓക്കെ, സോ നമുക്ക് ആക്സിസിന് 30 ഡിഗ്രി, ഫോർ എക്സാമ്പിൾ ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ആണ് ഈ ക്വസ്റ്റ്യനിലെ കേസ് നിൽക്കുന്നത്. അത് പറഞ്ഞാൽ ഈ പറഞ്ഞ ആക്സിസ് എന്ത് ചെയ്യണം? 30 ഡിഗ്രി ചെരിയണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഈ ആക്സിസിനെ ഇങ്ങനെ ചിരിക്കണം. നൗ ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ഓർ 45 ഡിഗ്രി എന്നിരിക്കട്ടെ, ഇങ്ങനെ ചിരിക്കണം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക എന്താ ശരിക്കും സംഭവിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് ഇൻ ദ റിയൽ കേസ്. റൈറ്റ് നൗ യു ഹാവ് എ ഫ്രണ്ട് വ്യൂ. റൈറ്റ് നൗ യു ഹാവ് എ ഫ്രണ്ട് വ്യൂ. സോളിഡ് HP റെസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ട്. You just closely observe your front view. Don't take your eyes from the front view. Okay, നിങ്ങളുടെ front view നെ മാത്രം നോക്കുക. What happens when I give the inclination? This was our initial condition. So when I give the inclination, I am giving 30 45 degree to the axis. Right? This was your front view. This much size of rectangle was visible in the front view. ഞാൻ അതിനെ മോഡിഫൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആൻസർ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇനിഷ്യലി കണ്ട നിങ്ങളുടെ റെക്ടാങ്കിൾ തന്നെയാണ് ചെരിഞ്ഞത്. അതായത് നിങ്ങളുടെ സൈസ് ഓഫ് ദ റെക്ടാങ്കിൾ, ദ സെയിം റെക്ടാങ്കിൾ ഗോട്ട് ഇൻക്ലൈൻഡ്. റൈറ്റ്? അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ട ഈ റെക്ടാങ്കിൾ തന്നെ എന്ത് ചെയ്യുന്നു? ചെരിച്ചാൽ മതി. കാരണം നമ്മൾ ഇതിന്റെ ആക്സിസിനെ 30 ഡിഗ്രി 45 ഡിഗ്രി ചെരിക്കുമ്പോൾ നമ്മൾ ഇനിഷ്യലി വെച്ച സ്റ്റാർട്ടിംഗ് പൊസിഷനിലെ അതേ റെക്ടാങ്കിൾ തന്നെയാണ് സംഭവിക്കുന്നത്, 45 ഡിഗ്രി ചെരിയുന്നു. റൈറ്റ്? പിന്നെ ഞാൻ എന്ത് ചെയ്തു? 45 ഡിഗ്രി ആക്സിസിൽ
എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ആക്സിസിനെ തിരിക്കാൻ പോവാണ്. സോ റൈറ്റ് നൗ മൈ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degree. 45 degree, right? That is inclination. So we have the names as P1 dash. This I will name it as Q1 dash in the bracket R1 dash. This I will name it as B1 dash in the bracket I will name it as C1 dash, and here I will name it as A1 dash. One suffix എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ 1 എന്ന് പറയുന്ന പോയിന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് നമ്മൾ കണ്ട അതേ റെക്ടാങ്കിൾ ചെരിഞ്ഞിരിക്കുന്നു, അതേ ഉള്ള വ്യത്യാസം, വേറെ ഒന്നുമില്ല. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഈ കണ്ട ആളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങോട്ട് ഇൻക്ലൈൻ ചെയ്യും. ഇതാണ് സംഭവിച്ചത്. വിത്തൗട്ട് ഈവൻ ചേഞ്ചിങ് ദ സൈസ് ഓർ ദ ഷേപ്പ്. ഈ കണ്ട അതേ റെക്ടാങ്കിൾ തന്നെയാണ് ഇത്, ബട്ട് ഇൻ എ ഡിഫറെന്റ് ഓറിയന്റേഷൻ. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കുക, ഞാൻ ഇങ്ങനെ ചെരിച്ച ഒരു റെക്ടാങ്കിളിനെ മേളിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ഞാൻ മുകളിൽ നോക്കിയാൽ ഫ്രം ദ ടോപ്പ് ഇഫ് ഐ ലുക്ക്, ഞാൻ കാണുന്നത് എന്താണ്? റെക്ടാങ്കിൾ അല്ല കാണുന്നത്. റെക്ടാങ്കിൾ ആയിരിക്കും, പക്ഷെ അതിനകത്ത് എന്താണ്? അതിനകത്ത് കുറെ ഏറെ എഡ്ജുകൾ എനിക്ക് പുതുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ ക്യാൻ സീ ലോഡ് നമ്പർ ഓഫ് എഡ്ജസ്. ആദ്യത്തെ ടോപ്പ് വ്യൂ പോലല്ല. ആദ്യത്തെ ടോപ്പിൽ എനിക്കൊരു ട്രയാങ്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ശരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിഫറെന്റ് ഫേസസ് ആർ കമ്മിങ് ഇൻ ടു പിക്ചർ, ഡിഫറെന്റ് എഡ്ജസ് ആർ ഗെറ്റിംഗ് വിസിബിൾ ടു മൈ ഐസ്. സോ അതെല്ലാം ഞാൻ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമുക്കിനി ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക? അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മളുടെ ഫസ്റ്റ് മോഡിഫിക്കേഷന്റെ ഫ്രണ്ട് വ്യൂ ആണ് വരച്ച് കംപ്ലീറ്റ് ചെയ്തത്. Now we are supposed to draw the top view of this particular front. എന്ത് ചെയ്യുക? വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഓൾറെഡി ഇവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ കിടപ്പുണ്ട്. കറസ്പോണ്ടിങ് പോയിന്റ്സിൽ നിന്നുള്ള വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സും ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സും വരയ്ക്കുക. നോക്കിയേ, നമ്മൾ പിയിൽ നിന്നൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരയ്ക്കുന്നു, പിയിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കുന്നു. അതിന്റെ പേര് നമ്മൾ എന്ത് വിളിക്കുന്നു? വി വിൽ നെയിം ഇറ്റ് as P1. ഇതിന്റെ പേര് P1 ഡാഷ് ആണെങ്കിൽ താഴത്തത് P1 ആണോ? റൈറ്റ്. അതുപോലെ ക്യൂവിൽ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ വരയ്ക്കുന്നു, ക്യൂവിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കുന്നു, ആൻഡ് ദിസ് നെയിം ഈസ് Q1. ആറിൽ നിന്ന് ഒരെണ്ണം വരയ്ക്കുന്നു, ആറിൽ നിന്ന് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ വരയ്ക്കുന്നു, മീറ്റിംഗ് പോയിന്റിന്റെ പേര് R1. സിമിലർലി എയിൽ നിന്ന് വരയ്ക്കുന്നു, എയിൽ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കുന്നു, മീറ്റിംഗ് പോയിന്റ് എന്താണ്? A1. അതുപോലെ ബിയിൽ നിന്ന് വരയ്ക്കുന്നു, ബി മീറ്റ് ചെയ്യിക്കുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? ഇത് B1, ഇത് C1. റൈറ്റ്. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്, എല്ലാ കോർണർ നെയിംസും കിട്ടി. ഇനി എന്ത് ചെയ്യുക? വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാണ്. അത് ഞാൻ എന്ത് ചെയ്തു? ഔട്ടർ ലൈൻസ് മുഴുവൻ വരച്ചു. അതിൻ്റെ റൂൾസ് പറഞ്ഞുതരാം. ഔട്ടർ ലൈൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. റൈറ്റ്. ഇനി നമ്മൾ നോക്കുക, ദാറ്റ് മീൻസ് എന്താണ് ഈ ഔട്ടർ ലൈനിന്റെ മീനിങ്? ഞാൻ ഇങ്ങനെ ഒരു സോൾഡ് എനിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ടോപ്പിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഐ ക്യാൻ സീ ദ ബൗണ്ടറീസ്, അല്ലേ? എനിക്ക് ഏതൊരു നമ്മൾ എത്ര ദൂരെ നോക്കിയാൽ നമുക്ക് ആദ്യം വിസിബിൾ ആവുന്ന അതിന്റെ ബൗണ്ടറീസ് ആണ്. ബൗണ്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ബൗണ്ടറീസ്? ബൗണ്ടറീസ് ആർ ജസ്റ്റ് ദി ഔട്ടർമോസ്റ്റ് എഡ്ജസ്. ഔട്ടർമോസ്റ്റ് എഡ്ജസ്, ഔട്ടർമോസ്റ്റ് ലൈൻസ് എന്നല്ല, ഔട്ടർമോസ്റ്റ് എഡ്ജസുകളാണ്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഈ പടം നോക്കിയാൽ ഞാൻ ഇതിന്റെ ഔട്ടർമോസ്റ്റ് എഡ്ജുകളെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സീ, അല്ലെ? എഡ്ജുകളാണെങ്കിൽ എങ്ങനെ എനിക്ക് ഉറപ്പായി? ആൻസർ വളരെ സിമ്പിൾ ആണല്ലോ. അതായത് നമ്മൾ എഡ്ജുകളെ പഠിച്ച എങ്ങനെയാണ്? A to B, B to C, C to A, അതുപോലെ തന്നെ P to Q, Q to R, R to P. These are the edges. നമ്മൾ നോക്കുക, ഇവിടെ വരച്ച ഒരു വര പോലും ഇതല്ലാതെ മറ്റൊരു വര വരച്ചിട്ടില്ല, അല്ലെ? നോക്കിയേ, ഇവിടുത്തെ വരകൾ മാത്രമേ ഇവിടെ, അല്ലാതെ A Q എന്നോ B R എന്നോ Q C എന്നോ A Q എന്നോ അങ്ങനെയുള്ള ലൈൻസ് ഒന്നുമില്ല. ഇപ്പോൾ വരച്ചേക്കുന്നതെല്ലാം ബൗണ്ടറി എഡ്ജുകളാണ്. ഇനി നമ്മൾ നോക്കി, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? നമ്മൾ പറഞ്ഞു ഗ്രാഫിക്സിൽ ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് വാട്ട് ഐ എം ഇൻസിസ്റ്റിംഗ് ഈസ് ദാറ്റ് ഇൻ ദ ഗ്രാഫിക്സ് വി ഡ്രോ ദ തിങ്സ് വിച്ച് ആർ വിസിബിൾ ടു അവർ ഐസ്. നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ പറ്റുന്നതാണ് നമുക്ക് ഉറപ്പുള്ള കാര്യം. റൈറ്റ്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ഈ ടോപ്പ് ബേസ് എനിക്ക് കാണാം. റൈറ്റ്. നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വിസിബിൾ ഹിഡൻ അഡ്ജസ്റ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഹിഡൻ അഡ്ജസ് അല്ല, വി ആർ മാർക്കിംഗ് ഓൾ ദ വിസിബിൾ എഡ്ജസ്. വിസിബിൾ ആകുന്ന എല്ലാ എഡ്ജുകളും മാർക്ക് ചെയ്യും. ആൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് വിത്ത് ദി ഹിഡൻ എഡ്ജസ്. അതാണ് എൻ്റെ കൂടെ. അപ്പൊ ആദ്യം വിസിബിൾ എല്ലാം വരയ്ക്കുക, മിച്ചമുള്ളത് എന്തായിരിക്കും? ഹിഡൻ. ഒന്ന് നോക്കിയേ, ടോപ്പ് സർഫസ് എനിക്ക് കാണാം, അല്ലെ? ഇങ്ങനെ ഇംഗ്ലീഷ് ചെയ്തിരിക്കും, എനിക്ക് ഈ പറഞ്ഞ എഡ്ജും കാണാം, അതും ഞാൻ വരച്ചു. ഇങ്ങനെ ടോപ്പിൽ നോക്കുമ്പോൾ ഈ ഒരു എഡ്ജ് മാത്രമേ എനിക്ക് ഹിഡൻ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ എഡ്ജ് ഹിഡൻ ആക്കി വരച്ചു. റൈറ്റ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം.
അപ്പോൾ ഇതിന്റെ പിക്ചറിലുള്ള പ്രസന്റേഷൻ നിങ്ങൾ നോക്കിയേ, ഇതാണ് നിങ്ങൾ ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്നത്. ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇതും ഈ പടവും ഏതാണ്ട് ഒന്ന് തന്നെയല്ലേ, നമ്മളിപ്പോൾ കണ്ട ഒരുപോലെ തന്നെയാണ്. അതിനകത്ത് ടോപ്പിൽ നോക്കുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഒരു എഡ്ജ് മാത്രം നമുക്ക് കൃത്യമായിട്ട് കാണത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ഹിഡൻ ആക്കി വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ആക്ച്വൽ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതവിടെ ഉണ്ട്, ബട്ട് വി കൻ നോട്ട് സീ ദാറ്റ്. സോ തിക്നെസ് സെയിം ആയിരിക്കും, ബട്ട് ഡാഷ് ലൈൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോഡിഫിക്കേഷന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനെ പ്ലേസ് ചെയ്തു, വി ഹാവ് ഗിവൺ ആൻ ഇൻക്ലിനേഷൻ, ആ ഇൻക്ലിനേഷൻ വരച്ചു, കറസ്പോണ്ടിംഗ് അതിന്റെ വ്യൂ ഒബ്റ്റെയിൻ ചെയ്തു. റൈറ്റ്. നൗ എന്തൊക്കെയാണ് ഒരു വിസിബിളും ഹിഡനും എഡ്ജ് കണ്ടുപിടിക്കാനുള്ള റൂൾസ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കേസ് എന്താണ്, ഓൾ ദ ബൗണ്ടറി ഈസ് വിസിബിൾ. ഏത് ഓറിയന്റേഷൻ ഇരുന്ന് കഴിഞ്ഞാലും ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ പോയിന്റ്സ്, വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സും ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സും വരച്ച് നമ്മൾ പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈൻ ജോയിനിങ് ചെയ്യുക എന്നുള്ളതാണ്. സോൾഡിനെ കംപ്ലീറ്റ്ലി എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച പരിപാടി. അതെന്താ ചെയ്യേണ്ടത്? യു ജസ്റ്റ് ഫോളോ ദി പ്രൊസീജിയർ. ഈ പറഞ്ഞ റൂൾസ് അതേ ഓർഡറിൽ ഫോളോ ചെയ്യുക. അപ്പൊ എന്താണ്, ആദ്യം ബൗണ്ടറികൾ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് തിങ് നമുക്ക് എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള കാര്യം. റൈറ്റ്. സെക്കൻഡ് എന്താണ്, ദ ഫേസസ്, ബേസസ്, എഡ്ജസ്, കോർണേഴ്സ് നിയറർ ടു ദ ഒബ്സർവർ ഈസ് വിസിബിൾ. ശരിയാണ്. ബിക്കോസ് ഞാൻ ഇവിടുന്നാണ് നോക്കുന്നത്. റൈറ്റ്. ഇവിടുന്ന് നോക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഫേസുകൾ, ബേസുകൾ, എഡ്ജുകൾ, കോർണറുകൾ നിയർ ടു മൈ ഒബ്സർവർ, അത് എപ്പോഴും വിസിബിൾ ആയിരിക്കും. നമ്മുടെ കണ്ണിൽ നിന്നും വളരെയധികം ദൂരെയുള്ളതായിരിക്കും എപ്പോഴും ഹിഡൻ എന്ന് പറയുന്ന സാധനം. അപ്പം ഒബ്സർവർക്ക് അടുത്തുള്ള അത് നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പ്രീവിയസ് ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടുന്നാണല്ലോ നോക്കുന്നത്. ഫ്രം ഹിയർ ഐ ആം ലുക്കിംഗ്. അപ്പോൾ ഇതിന്റെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ പോർഷൻ എല്ലാം എൻ്റെ അടുത്താണല്ലോ. ഇതിങ്ങനെ പറയുന്നതല്ല, ഇതെൻ്റെ അടുത്താണല്ലോ സാധനമാണ്. അതെല്ലാം എനിക്ക് എന്താണ്, വിസിബിൾ ആണ്. റൈറ്റ്. അടുത്തെന്താണ്, ഓൾ. ഇനി നമ്മൾ നോക്കുന്നത് ഹിഡൻ കോർണറുകളും എല്ലാം ഉണ്ടോ. ഇത്രയും വരച്ച് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എല്ലാം കഴിയും. ഇനി ഹിഡൻ ആയിട്ടുള്ള കോർണറുകൾ ഉണ്ടെങ്കിൽ ആ കോർണറിൽ നിന്ന് പോകുന്ന എല്ലാ എഡ്ജുകളും എന്തായിരിക്കും, ഹിഡൻ ആയിരിക്കും. അത് അടുത്തൊരു ഫാക്റ്റാണ്. ഒരു ഹിഡൻ കോർണർ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു ഒരെണ്ണം മാത്രം വിസിബിളും ബാക്കിയുള്ള എല്ലാം ഹിഡനോ അങ്ങനെ പോകില്ല. എല്ലാ എഡ്ജുകളും എന്തായിരിക്കും, ഹിഡൻ ആയിരിക്കും. ഓക്കെ. ആൻഡ് ഫൈനൽ റൂൾ, അതിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല. ദാറ്റ് റൂൾ ഈസ് മോർ helpful when you draw the visible and hidden edges in the second modification, and later on you will understand. And the rule idana, if a line cuts a visible line, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ ഫസ്റ്റ് 2 സ്റ്റെപ്പ് എന്താണ്, വിസിബിൾ ആയിട്ടുള്ള എല്ലാം വരച്ച് കഴിയുക. ഓക്കെ. അതിനുശേഷം സപ്പോസ് യു ടേക്ക് എ ലൈൻ, നമ്മൾ ലാസ്റ്റ് ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈനിന് വിസിബിൾ ആണോ ഹിഡൻ ആണോ നമുക്ക് ഈ പറഞ്ഞ 3 റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ്, നമ്മൾ ഓൾറെഡി വിസിബിൾ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനുകളെ നമ്മൾ വരച്ചുകൊണ്ട് വരുന്ന ലൈൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ്, വരച്ചുകൊണ്ടിരിക്കുന്ന ലൈൻ ഹിഡൻ ആണെന്നുള്ളതാണ്. ഇഫ് എ ലൈൻ കട്ട്സ് എ വിസിബിൾ ലൈൻ, ദാറ്റ് മീൻസ് ദ ലൈൻ വിച്ച് ഇസ് ഓൾറെഡി മാർക്ഡ് ഇൻ ദ ഫസ്റ്റ് 2 steps. ഇഫ് എനി ലൈൻ കട്ട്സ് ദാറ്റ് വിസിബിൾ ലൈൻ, ഇറ്റ് മീൻസ് ദാറ്റ് ലൈൻ ഇസ് എ ഹിഡൻ വൺ. അതായത് ആദ്യം വരച്ച ലൈൻ അല്ല, സെക്കൻഡ് വരയ്ക്കുന്ന ലൈൻസ് ഹിഡൻ ആണെന്നാണ്. സോ ഇതേ റൂൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജസ്റ്റ് ഒരു നോക്കി, നമ്മൾ ഒരു പെൻറ്റഗൺ എടുത്തു, പെൻറ്റഗണിന്റെ പേര് കൊടുത്തു. എന്തായിരിക്കും, എ ബി സി ഡി ആൻഡ് ഇ. ബിലോ ഐ വിൽ ഗിവ് ദ നെയിം ആസ് പി ഇൻ ദ ബ്രാക്കറ്റ് ക്യൂ ഇൻ ദ ബ്രാക്കറ്റ് ആർ ഇൻ ദ ബ്രാക്കറ്റ് എസ് ഇൻ ദ ബ്രാക്കറ്റ് ടി. റൈറ്റ്. സോ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും, ഇവിടെ വരാൻ പോകുന്നത് എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ് ആൻഡ് ഫൈനലി ഇ ഡാഷ്. ഹിയർ ഐ ഹാവ് P dash, Q dash, R dash in the bracket, S dash and finally in the bracket T dash. And ഞാൻ മോഡിഫിക്കേഷൻ കൊടുത്തു. റൈറ്റ്. ഓരോ എഡ്ജുകളെ എന്ത് ചെയ്യുന്നു, ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എനിക്ക് എന്ത് കിട്ടുന്നു, പോയിന്റ്സ് കിട്ടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ പോയിന്റ്സ്, ഒരു പോയിന്റ് ഇതാണ്, ഒരു പോയിന്റ് ഇതാണ്, ഒരു പോയിന്റ് ഇതാണ്, ഒരു പോയിന്റ് ഇത്, ഒന്നിത്, ഒന്നിത്. റൈറ്റ്. പിന്നെ പറഞ്ഞ ഇത് നിൽക്കണം. നോക്കിയേ, ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ അല്ല, ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ് ആണ്. പിന്നെ പോയിന്റ്, ഈ പോയിന്റ് പേരെന്താണ്, ഇത് ബോട്ടം പോയിന്റ് ആണ്. സോ ബോട്ടത്തിൽ വരുന്നത് ഇത് P1, ഇത് Q1, ഇവിടെ വരാൻ പോകുന്ന R1, ഇവിടെ വരാൻ പോകുന്ന S1, ഇവിടെ വരുന്ന T1. ഇവിടെ വരുന്ന പോയിന്റ് എന്തായിരിക്കും, ഇത് A1, B1, C1, D1 and this is going to be E1. റൈറ്റ്. സോ ഇങ്ങനെ ഒരു പെന്റഗണൽ പിരമിഡ് പ്രിസം മേളിൽ നിന്നിരിക്കുമ്പോൾ നമ്മൾ നോക്കുക, ഈ സർഫസുകളെല്ലാം എന്തായിരുന്നു, നമ്മളുടെ A to E സർഫസുകളായിരുന്നു അല്ലേ.
ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ബൗണ്ടറി ഞാൻ വരച്ചു കഴിഞ്ഞു. അപ്പൊ അടുത്ത് എന്താണ് ഇനി എനിക്ക് ABCDEF എന്ന് പറയുന്ന പെന്റഗണൽ ബേസ് കാണാൻ പറ്റും. So I am going to mark that as visible one. So you see from when I look from the top, I can see the top pentagonal base. So I completed that. മേളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് P', T' ആണ്. ഇതിന്റെ പേരെന്താണ്? A', E' ആണ്. We have a one along with that. That this line indicates a rectangular face. എങ്ങനെ മനസ്സിലായത്? Because you just look at the nomenclature. PTAE, P1, T1, P', T1', A1', E1'. 4 ആൽഫബറ്റ്സ് എന്ന് അർത്ഥം എന്താണ്? 4 കോർണേഴ്സ് എന്ന് അർത്ഥം അല്ലെ? 4 കോർണേഴ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? റെക്ടാംഗിൾ ആയിരിക്കും, റൈറ്റ്? അതേസമയം നമ്മൾ ഇവിടെ നോക്കുക, ഈ എൻഡ് എന്തായിരിക്കും? ഇതിന്റെ പേര് R1', ഇതെന്താണ്? C1'. ആ ലൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? R1', C1' എന്ന് പറഞ്ഞാൽ രണ്ട് ആൽഫബറ്റേ ഉള്ളൂ. Since it is 2 alphabets, it indicates a line. Line in the sense means edge. കണ്ടോ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആൽഫബറ്റ്സിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഈസിലി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഈ പറയുന്ന ഈ എഡ്ജുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനിയുമാണ് നമ്മുടെ തേർഡ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. എന്താണ്? ഇവിടെ നമുക്ക് നോക്കി ഉറപ്പായിട്ടും അറിയാം ഈ പറഞ്ഞ R എന്ന് പറയുന്ന കോർണർ കാണാൻ പറ്റില്ല. It's hidden, right? So R is a hidden corner. Now which are the edges passing from R? ആൻസർ ഇതാണ്, നോക്കിയേ. A to B, B to C, C to D, D to E, E to A. Now we have P to Q, Q to R, R to S, S to T, T to B. These are the edges. Now you look at the point R. Look at the point R. We have got 3 edges: RC, RD, and RS. Right? So those 3 edges will be marked as hidden. Kando? RS, RQ, and RC. അതുപോലെ ഈ പടം വരച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക, A to B ലൈൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. B to C ഉണ്ടോ? ടിക്ക് ചെയ്യുക. C to D ഉണ്ടോ? ടിക്ക് ചെയ്യുക. ഇങ്ങനെ ടിക്ക് ചെയ്ത് ഓരോ ലൈൻസും ടിക്ക് ചെയ്ത് പഠിക്കുക. You will never miss an edge. ബിക്കോസ് നമ്മൾ ഇത്രയും എഡ്ജുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരെണ്ണം മിസ്സായി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. ഓക്കെ, സോ ഇത് പ്രിസം ആയതുകൊണ്ട് ഇങ്ങനെ, പിരമിഡ് ആയത് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ ദിസ് ഈസ് ഹൗ വി യൂഷ്വലി ഡു ദി മാർക്ക് ദി ഹിഡൻ എഡ്ജസ്, റൈറ്റ്? സോ now we started with the starting position. Now we have given the first modification. We learned the rules to find out the hidden edges and visible edges. Now we have to move and learn the second modification. അടുത്ത മോഡിഫിക്കേഷൻ എന്ത് കൊടുക്കണം? അടുത്ത മോഡിഫിക്കേഷൻ ഇതേ കൺസെപ്റ്റ്. നിങ്ങൾ നോക്കി, നമ്മളിപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്തു, നമ്മൾ ഇതിന്റെ വ്യൂ വരച്ചു. റൈറ്റ് നൗ I have a view here. Okay, for example, say I am keeping my mobile as for a reference, and I consider that the view that I got, the top view in the view ആണ് ഈ പറയുന്ന മൊബൈൽ എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു, just for the time being. Okay, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ HP ആയിട്ടുള്ള ഇംഗ്ലീഷ്, I have given the inclination with respect to HP, and now I am supposed to give the inclination with respect to VP, right? Just look here. ഞാൻ VPക്കുള്ള ഇംഗ്ലിനേഷൻ ഇത് കൊടുക്കുമ്പോഴും അതെന്തിനുമാകാം. നമ്മൾ പറഞ്ഞ എഡ്ജിനാകാം, ആക്സസിനാകാം, ഫേസിനാകാം, ബേസിനാകാം, സ്മോൾ എഡ്ജിനാകാം, ലോങ്ങർ എഡ്ജിനാകാം, എന്തിനു വേണം മോഡിഫിക്കേഷൻ ആകാം. സോ ആ മോഡിഫിക്കേഷൻ കൊടുക്കുന്ന നോക്കി, HP ആയിട്ടുള്ള ഇംഗ്ലിനേഷൻ മാറാതെ ഞാൻ VPയുമായി ഒരു ഇംഗ്ലിനേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ടോപ്പ് വ്യൂ. എന്റെ ടോപ്പ് വ്യൂ അവിടെ തന്നെ നിൽക്കുവാണ്. ടോപ്പ് വ്യൂവിന് മാറ്റം വരുന്നില്ല. ടോപ്പ് വ്യൂവിന്റെ സൈസിനോ ടോപ്പ് വ്യൂവിന്റെ ഷേപ്പിനോ ടോപ്പ് വ്യൂവിന്റെ ഇതൊന്നും മാറ്റം വരുന്നില്ല. Top view remains unchanged. Only change is that its orientation changes. Just see. ഇനി എന്ന് ടോപ്പ് വ്യൂ എന്താണ്? ഫസ്റ്റ് മോഡിഫിക്കേഷന് ശേഷം നമുക്ക് കിട്ടിയ ടോപ്പ് വ്യൂ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഹാസ് ചേഞ്ച് ഇറ്റ് ഓറിയന്റേഷൻ ടു സം അതർ പോയിന്റ്. അത്രേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം എന്താണ്? സെക്കൻഡ് മോഡിഫിക്കേഷൻ കൊടുക്കുന്ന വിത്ത് റെസ്പെക്ട് ടു VPക്കാണ്. വിത്ത് റെസ്പെക്ട് ടു VPക്കുള്ള മോഡിഫിക്കേഷൻ കാണാൻ പറ്റുന്ന ടോപ്പ് വ്യൂവിലാണ്. ടോപ്പ് വ്യൂവിൽ മോഡിഫിക്കേഷൻ കൊടുക്കുന്ന അർത്ഥം എന്താണ്? നമ്മൾ ഫസ്റ്റ് മോഡിഫിക്കേഷന് ശേഷം കിട്ടിയ ടോപ്പ് വ്യൂവിനെ മോഡിഫൈ ചെയ്യും. ദാറ്റ്സ് ദ സിമ്പിൾ മീനിങ്. എന്നോട് പറയാം, സെക്കൻഡ് മോഡിഫിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മോഡിഫിക്കേഷന് ശേഷം കിട്ടിയ വ്യൂവിനെ, ദ ഫൈനൽ വ്യൂവിനെ മോഡിഫൈ ചെയ്യുന്നു. അതിന്റെ കൺസെപ്റ്റ് എന്താണ്? നമ്മൾ ലൈൻസിൽ പറഞ്ഞ അതേ സാധനം തന്നെ. ലൈൻ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിൽ ഇരുന്നതിന് ശേഷം
അതിന്റെ ടോപ്പ് വ്യൂ കിട്ടിയിട്ട് അടുത്ത പ്ലെയിനിലേക്ക് ഇൻലൈൻ ചെയ്യുമ്പോൾ എന്താണ് ഈ ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ആകുന്നു അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ റൊട്ടേറ്റ് ആകുന്നു എന്ന് പറയുന്ന സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇൻലൈൻഡ് ആയിരുന്ന ലൈൻ എന്ത് ചെയ്തു, സോറി ഒരു സോളിഡ് ഇൻലൈൻഡ് ആയപ്പോൾ ഐ ഗോട്ട് എ ഫ്രണ്ട് ടോപ്പ് വ്യൂ, റൈറ്റ്? സോ വെൻ ഐ ഗീവ് ദ ഫർദർ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു വി പി, ഈ കിട്ടി ഒബ്റ്റെയിൻ ചെയ്ത വ്യൂ ആണ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. Now look at the modification that is in your screen. You have a triangular prism, right? And let's name it as A, B, C. Again I am naming it in the bracket. I am giving it as P, Q and R. This is going to be A dash, B dash in the bracket, C dash. This is going to be P dash, Q dash in the bracket, R dash. And obviously I have given some, say the axis modification is something like this. എപ്പോഴും ആക്സിസ് മോഡിഫിക്കേഷൻ തന്നെയാണ് ഫസ്റ്റ് മോഡിഫിക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആക്സിസ് മോഡിഫിക്കേഷൻ ആകാം, ബേസ് മോഡിഫിക്കേഷൻ ആകാം, അങ്ങനെയുള്ള പല 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 കാര്യങ്ങളാകാം. ഇനി അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഫോർ ദ ടൈം ബീങ് വി ആർ കൺസിഡറിംഗ് ദാറ്റ് ആക്സിസ് മോഡിഫിക്കേഷൻ ഇത് ഫസ്റ്റ് മോഡിഫിക്കേഷൻ. ഓക്കെ, സോ ഈ നെയിം എന്തായിരിക്കും? ഇത് A1 ഡാഷ് ആയിരിക്കും, B1 ഡാഷ് ഇൻ ദ ബ്രാക്കറ്റ്, C1 ഡാഷ് ഇവിടെ എന്തായിരിക്കും, P1 ഡാഷ് ഇവിടെ എന്തായിരിക്കും, Q1 dash in the bracket, R1 dash. Now you just see the modification, the first modification. So this is going to be P1, this is going to be Q1, this is going to be R1, this is going to be A1, this is going to be B1, this is going to be C1, right? Nee endha cheyyunnathu, apply the rules one by one. The boundary is visible, right? ഇതാണ് എൻ്റെ ബൗണ്ടറി, ഉണ്ടോ? ആണ് എൻ്റെ ബൗണ്ടറി എന്ന് പറയുന്ന സാധനം. അടുത്തെന്താണ്? ജസ്റ്റ് ലുക്ക് ഹിയർ അല്ലേ. ടോപ്പിൽ നോക്കിയപ്പോൾ എനിക്ക് എന്ത് കാണാമായിരുന്നു? ടോപ്പിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ട്രയാങ്കിൾ കാണാമായിരുന്നു, അത് വരച്ചു, ആ എഡ്ജും വരച്ചു, റൈറ്റ്? പിന്നുള്ളത് വിസിബിൾ അല്ലാത്ത ഈ Q R എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയാണ് now we are going to discuss about the second modification. സെക്കൻഡ് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഞാൻ സെക്കൻഡ് മോഡിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതാണ് the edge on which it rests on HP makes an angle of 30 degree with VP. അതായത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ്, ഇതാണ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ്. ഈ എഡ്ജ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്താണിത്? പെർപെൻഡിക്കുലർ ടു വി പി ആണ്. സോ മൈ സ്റ്റേറ്റ്മെന്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഈ എഡ്ജ് വി പി ആയിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്യും, റൈറ്റ്? ദാറ്റ് മീൻസ് ഞാൻ വി പിക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്നത്, റൈറ്റ്? ഇനിഷ്യലി ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്തു, റൈറ്റ്? ഇനി ഇരിക്കുമായിരുന്നു, ഇപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്തു, എന്ത് ചെയ്തു? ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിച്ചു, റൈറ്റ്? അപ്പം ഈ എഡ്ജിന് വേണം ഞാൻ 30 ഡിഗ്രി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, റീഡ് ദ ക്വസ്റ്റ്യൻ. ആർക്കാണ് മോഡിഫിക്കേഷൻ കൊടുക്കുന്നത്? ഓക്കെ, നമ്മളത് മോഡിഫൈ ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ആ 30 ഡിഗ്രിയാണ്, ആ 30 ഡിഗ്രി ആദ്യം ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കാണ് മോഡിഫിക്കേഷൻ കൊടുക്കുന്നത്? അത് ആക്സിസിനാകാം, എഡ്ജിനാകാം, ഫേസിനാകാം. ആ മോഡിഫിക്കേഷൻ ഉള്ള ആളെ കൊണ്ട് ഈ ലൈനെ വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഈ Q1 R1 കൊണ്ട് ഈ ലൈനെ വെക്കുക എന്നുള്ളത്. ദാറ്റ് മീൻസ് ഇതാണ് എൻ്റെ Q1 R1. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ Q2 R2 എന്ന് പറയുന്ന സാധനം കൊണ്ട് ലൈനെ വെക്കും. 2 ഇൻഡിക്കേറ്റ് സെക്കൻഡ് മോഡിഫിക്കേഷൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന അതേ ഷേപ്പിനെ ഇങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യണം ബൈ യൂസിങ് ബോക്സ് മെത്തേഡ് ഓർ ബൈ യൂസിങ് or arc method. We have to plot this. അപ്പം ബോക്സ് മെത്തേഡ് ആർക്ക് മെത്തേഡ് എന്താണ് സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് ഇതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഒരു രീതിയിലുള്ള ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല, ആംഗിൾ ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല, ഡിസ്റ്റോർഷൻ ഉണ്ടാകാൻ പാടില്ല. എക്സാക്ട് റെപ്ലിക്ക യു ഹാവ് ടു പ്ലോട്ട് ഇറ്റ് ഹിയർ. ദാറ്റ് മീൻസ് ഏറ്റവും എളുപ്പമുള്ള എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്ന ലൈൻ ഇൻക്ലിനേഷൻ വരയ്ക്കുക ആർക്കാണ്, ഈ എഡ്ജിനാണ് ഇൻക്ലിനേഷൻ. സോ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അത് കൊണ്ട് വെച്ചു. ആൻഡ് ഫ്രം ദെയർ യു ഹാവ് ടു ബിൽഡ് അപ്പ് ദി റിമൈനിങ്. ദാറ്റ് ഈസ് ദ സജഷൻ ഐ ഹാവ്, റൈറ്റ്? സോ ഇപ്പൊ നമുക്കുണ്ട് P2 Q2 ഇതുണ്ട് P2 ഉണ്ട്. ഇതെന്തായിരിക്കും ഇത്? this is going to be B2, C2 and this is going to be A2, right? Now നമ്മൾ 1 by 1 Q ൽ നിന്ന് എടുക്കുന്നു. ഈ പോയിന്റ് പേര് എന്തായിരിക്കും? this is going to be Q2 dash. ഇതെന്തായിരിക്കും? P2 dash, right? R2 ൽ നിന്ന് ഒരു vertical line, R1 ൽ നിന്ന് ഒരു horizontal line. This meeting point is R2 dash. A ൽ നിന്ന് vertical line, A ൽ നിന്ന് horizontal line. Meeting point എന്തായിരിക്കും? A2 dash. അടുത്ത B ൽ നിന്ന് horizontal line, C ൽ നിന്ന് horizontal line, C ൽ നിന്ന് vertical line. Meeting point C2 dash. അടുത്തത് B ൽ നിന്ന് vertical line, B ൽ നിന്ന് horizontal line,
ഈ പോയിന്റ് വരുന്നതായിരിക്കും B2 dash. റൈറ്റ്, ഇനിയാണ് നമ്മൾ ഇത്ര നേരത്തെ പോലല്ല. Now the points are scattered all around. You got scattered. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഴയ റൂൾ ഫോളോ ചെയ്യുക. A to B, B to C, C to A, P to Q, Q to R, R to P. You just follow this procedure. ആദ്യം എന്ത് മാർക്ക് ചെയ്തു? A C മാർക്ക് ചെയ്തപ്പോൾ നോക്കുക, ഇവിടെ A C എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ടോ? ഉണ്ട്, അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഫൈൻ. അടുത്ത ബൗണ്ടറി ഏതാണ്? ബൗണ്ടറി ഞാൻ മാർക്ക് ചെയ്തു A B. അതും ഒരു എഡ്ജ് ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. നൗ A B Q, B Q എന്നൊരു എഡ്ജ് ഉണ്ടോ? ഉണ്ട്, B Q എന്നൊരു എഡ്ജ് ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. അടുത്ത് നോക്കിയേ, Q R ആണ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. Q R എന്നൊരു എഡ്ജ് ഉണ്ടോ? അതും ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. നൗ R C ഒരു എഡ്ജ് ഉണ്ടോ? ഉണ്ട്, റൈറ്റ്. അപ്പൊ ഞാൻ നോക്കിയേ, ബൗണ്ടറി ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ബൗണ്ടറി എഡ്ജുകളാണ്, റൈറ്റ്. അല്ലാതെ എനിക്ക് ഒരിക്കലും എന്താണ് എയിൽ നിന്നും ക്യൂയിലേക്ക് ലൈൻ വരയ്ക്കാൻ പറ്റില്ല, കാരണം A Q എന്നൊരു എഡ്ജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. സോ ബൗണ്ടറി എഡ്ജുകളെ മാർക്ക്, ഇതാണ് എന്റെ ബൗണ്ടറി എന്ന് പറയുന്ന സാധനം. ഇവിടെ സെക്കൻഡ് റൂൾ, ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ, ഇതാണ് എന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ഫേസസ്, ബേസസ്, എഡ്ജസ്, കോർണേഴ്സ് നിയറർ ടു ദ ഒബ്സർവർ ഈസ് വിസിബിൾ. ദാറ്റ് മീൻസ് ഇവിടുന്ന് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ABC എന്ന് പറയുന്ന ഫേസ് എനിക്ക് വിസിബിൾ ആണല്ലോ, ഉറപ്പായിട്ട് നമുക്കറിയാം വിസിബിൾ ആണല്ലോ, റൈറ്റ്. കോമൺ സെൻസ്. സോ ABC എന്ന് പറയുന്ന ഫേസ് കംപ്ലീറ്റ്ലി സോളിഡ് ലൈൻസ് വെച്ച് ഞാൻ കംപ്ലീറ്റ്, റൈറ്റ്. Now we have a confusion about the point P2. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള എഡ്ജ്, P യിൽ നിന്നുള്ള ഏതൊക്കെ എഡ്ജ് ഉള്ളത്? നമുക്ക് 3 എണ്ണം ഉണ്ട്. PA ഉണ്ട്, PQ ഉണ്ട്, PR ഉണ്ട്, അല്ലെ. P യിൽ നിന്നും എയിലേക്ക് ഒരെണ്ണമുണ്ട്, P യിൽ നിന്ന് എയിലേക്ക് ഒരെണ്ണമുണ്ട്, P യിൽ നിന്ന് Qയിലേക്ക് ഒരെണ്ണമുണ്ട്, P യിൽ നിന്ന് Rലേക്ക് ഒരെണ്ണമുണ്ട്. എനിക്കിത് അറിയില്ല, വെദർ ഐ ഡോണ്ട് നോ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോർത്ത് റൂളിനെ പറ്റി ഓർത്ത് നോക്കുക. ഓൾറെഡി വിസിബിൾ ആയിട്ടുള്ള ലൈൻസ് വരച്ച് കഴിഞ്ഞു. If a line cuts a visible line, it's a hidden line, right? നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഞാൻ P യിൽ നിന്ന് എയിലേക്കുള്ള ലൈൻ വിസിബിൾ ആണ് എന്നുള്ള assumption. If I started to draw, I can see that it is going to cut the line B2 dash C2 dash, അല്ലെ. P2 dash A2 dash എന്ന് പറയുന്ന ലൈൻ വിസിബിൾ ആണ് എന്നുള്ള അസംഷൻ ഞാൻ വരയ്ക്കുമ്പോൾ അത് B2 dash C2 dash എന്ന് പറയുന്ന ലൈനെ കട്ട് ചെയ്യുന്നു. അത് ഓൾറെഡി വിസിബിൾ ലൈൻ ആണ്, കട്ട് ചെയ്തു. അതിനർത്ഥം എന്താണ്? P2 dash A2 dash എന്ന് പറയുന്ന ലൈൻ വിസിബിൾ അല്ല, അത് ഹിഡൻ ആണ്. അങ്ങനെയാണെങ്കിൽ P2 dash എന്ന് പറഞ്ഞ പോയിന്റ് ഹിഡൻ ആണ്, അവിടെ നിന്നുള്ള എല്ലാ എഡ്ജുകളും എന്താണ്? ഹിഡൻ ആണ്. See, this is how it looks like. ഇത്രയും വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഇതിനകത്ത് ശരിക്കും 2 റെപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒന്നത്തെ ഫസ്റ്റ് റെപ്ലിക്കേഷൻ is this one. This figure is getting replicated over here. Second replication is this figure is being replicated over here. Totally 6 figures. So this is the actual front view and this is the actual top view. ഈ വ്യൂയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രാക്ടീസസ് എല്ലാം ചെയ്തത്, റൈറ്റ്. നിങ്ങൾ നോക്കുക, ഇതുപോലെ ഇരിക്കും ഇതിന്റെ ആക്ച്വൽ വ്യൂ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനകത്ത് എന്തായിരിക്കും? ഇവിടുന്ന് പോകുന്ന ഈ സാധനം എന്തായിരിക്കും? ഇത് ഹിഡൻ ആയിരിക്കും, ഇങ്ങനെ. Okay, so that's what actually about the second modification. Okay, so ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. മോഡിഫൈ ചെയ്യുമ്പോൾ എന്താണ് മോഡിഫൈഡ് ആകുന്നത്? ഫസ്റ്റ് മോഡിഫിക്കേഷൻ ഈ ഫിഗർ ആണ് ഇങ്ങോട്ട് മോഡിഫൈഡ് ആകുന്നത്. ഓക്കെ, സെക്കൻഡ് മോഡിഫിക്കേഷൻ എന്താണ്? ഈ ഫിഗർ ആണ് ഇങ്ങോട്ട് മോഡിഫൈഡ് ആകുന്നത്. ഇതിപ്പം HPI വെച്ച് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അത് EP-ലേക്ക് വരുമ്പോഴത്തേക്കിന് it will be the opposite. Okay, so this is how we do the first modification and second modification, and this is how we use the methodology of finding the visible and hidden edges. So try to practice a question, try to watch the video again and again and just get the grip on the modification principles and the principles to find out the visible as well as hidden edges. So see you with some other interesting question in the next session. Till then, bye.